ഇന്ന് വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി നിൽക്കുക. ഞങ്ങൾ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ കല്യാണ വീട്ടിൽ ഇന്നലെ പോയി നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് റെഡിയായി ഞങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡിമാൻഡിട്ട് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വിചാരിച്ച് പോവാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി പോവാണ്. ഞങ്ങളുടെ വീട് മങ്ങാടാണ്. ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന മങ്ങാടാണ്. കല്യാണം കുറ്റിവട്ടത്താണ്. അപ്പോൾ ഒരു 40 മിനിറ്റ് യാത്രയുണ്ട്. അങ്ങനെ 2 വീലറിൽ പോയി. എന്തോ അമ്പലം ഇതാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. ഞങ്ങൾ കറക്റ്റ് സമയമായിരുന്നു എത്തിയത്. പെണ്ണിനെയും ചെറുക്കനെയും മണ്ഡപത്തിൽ ഇരുത്തി കല്യാണം തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് ഞങ്ങളെത്തി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കല്യാണവും കണ്ട്. ഞങ്ങളുടെ കെട്ടിയവന്മാരെ മാത്രം കണ്ടില്ല. അവരവിടെ എവിടെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കല്യാണം കണ്ടു. അത് കഴിഞ്ഞ് വിളിച്ചപ്പം അവർ വന്നു. അപ്പം മൃദു ആണെങ്കിൽ അപ്പിയിട്ടായിരുന്നു. അപ്പം പിന്നെ അവനെ കൊണ്ടുപോയി കഴുകി അവൻ്റെ വേറെ നിക്കറൊക്കെ ഇട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോസ് എടുത്തായിരുന്നു. അവരുടെ കൂടെ നിന്നുള്ള ഫോട്ടോ മൊത്തത്തിൽ ഇവരുടെ ഓഫീസുകളിൽ എല്ലാവരും കൂടി ചേർന്നുള്ള ഫോട്ടോ എടുത്തോളൂ. ഞങ്ങൾ സിംഗിൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മാത്രം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഫുഡ് കഴിപ്പാണല്ലോ. സദ്യാലയം കണ്ടുപിടിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. വാഴ തീർന്നു പോയായിരുന്നു. അത് വാഴയിലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് വണ്ടിയായിരുന്നു. അത് കാരണം വാഴയില തീർന്നു പോയി. പെണ്ണും ചെറുക്കനും ഇരിക്കുന്ന ആ റോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഴയില. ബാക്കിയെല്ലാം പേപ്പർ വാഴയിലായിരുന്നു. അതിനകത്ത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കറികളും എല്ലാം നല്ലതായിരുന്നു. അങ്ങനെ റുബീന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് പെണ്ണും ചെറുക്കനും കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ അവരുമായിട്ട് വിഷ്ണു സംസാരിക്കാനൊക്കെ പോയി. സംസാരിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി. എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു. 2:30 ഡ്യൂട്ടിക്ക് പോകണം.